വിദ്യാർത്ഥികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് 6ാം സെമസ്റ്റർ പരീക്ഷകളുടെ റിസൾട്ട് വരാനിരിക്കെ പല വിദ്യാർത്ഥികളും ചോദിച്ചിരുന്നു. ഞങ്ങളുടെ റിസൾട്ടുകൾ, പ്രത്യേകിച്ച് റിവാലുവേഷൻ, സ്ക്രൂട്ടിനി, പേപ്പർ കോപ്പിയുടെ റിസൾട്ട്, 6ാം സെമസ്റ്റർ പരീക്ഷകളുടെ റിസൾട്ട് വന്നിട്ട് ഈവൻ നമ്മുടെ കൺസോളിഡേറ്റഡ് ഗ്രേഡ് കാർഡും പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് വന്നിട്ടാണ് വരുന്നതെങ്കിൽ, പല സെമസ്റ്റർ പരീക്ഷകളുടെ റിസൾട്ട് പല സമയത്താണല്ലോ വരാറുള്ളത്. 6ാം സെമസ്റ്റർ പരീക്ഷകളുടെ റിസൾട്ട് വന്നതിന് ശേഷമാണ് ഇതൊക്കെ വരുന്നതെങ്കിൽ ഞങ്ങളുടെ മാർക്ക് എങ്ങനെ ആഡ് ചെയ്യണമെന്ന് ചോദിച്ചിരുന്നു. അതിനെപ്പറ്റിയുള്ള വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. കൺസോളിഡേറ്റഡ് ഗ്രേഡ് കാർഡും പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റും വരുന്നതിന് മുമ്പാണ് നിങ്ങളുടെ സെമസ്റ്റർ പരീക്ഷകളുടെ റിസൾട്ട് വരുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റഡ് ആയിരിക്കും. എന്നാൽ അതിന് ശേഷമാണെങ്കിൽ നമ്മൾ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകേണ്ടി വരും. എങ്ങനെ നമുക്ക് സെമസ്റ്റർ പരീക്ഷയുടെ മാർക്ക്, എക്സ്ട്രാ കിട്ടിയ മാർക്ക് ആഡ് ഓൺ ചെയ്യാമെന്ന് ചോദിക്കുകയാണെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്നു, പരീക്ഷ ഭവനിലുള്ള സ്റ്റുഡൻറ്റ് സർവീസ് ഹബിലേക്ക് പോകുന്നു, പർപ്പസ് പറയുന്നു, കൗണ്ടറിലേക്ക് നമ്മളെ ഡയറക്റ്റ് ചെയ്യുന്നു, അവിടെ നിന്ന് നമുക്കൊരു ടോക്കൺ കിട്ടുന്നു. അപ്പോൾ അവർ പറയാറുണ്ട്, നിങ്ങൾക്ക് ഏത് സെമസ്റ്ററിലാണ് എക്സ്ട്രാ മാർക്ക് കിട്ടിയിട്ടുള്ളത് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് വയ്ക്കുക, ദെൻ മുമ്പുള്ള മാർക്ക് ലിസ്റ്റ് വയ്ക്കുക, ഒരു അപേക്ഷയും കൂടി വയ്ക്കുക. അപേക്ഷ എന്ന് പറയുന്നത്, അതായത് ഈ സെമസ്റ്ററിലാണ് എനിക്ക് മാർക്ക് കൂടിയത്, അതിനോടൊപ്പം തന്നെ ഈ അഡ്മിഷനുള്ള വിദ്യാർത്ഥിയാണ്, എനിക്ക് ആദ്യം എഴുതിയപ്പോൾ ഇത്ര മാർക്ക് കിട്ടി, ദെൻ റിവാലുവേഷന് കൊടുത്തപ്പോൾ മാർക്ക് കൂടിയ കാര്യങ്ങളൊക്കെ ജസ്റ്റ് സ്പെസിഫൈ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ അപേക്ഷ ഓക്കെ ആയി. ദെൻ നമ്മൾ ചെയ്യേണ്ടത്, അടിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ അവിടെ ഫോമുകൾ വാങ്ങിക്കാനുണ്ടാകും. ഫോം വാങ്ങിക്കുക. സ്റ്റുഡൻറ്റ് സർവീസ് ഹബിൻ്റെ കൗണ്ടറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഫോമുകൾ ഉണ്ടായിരിക്കും. ആ ഫോം വാങ്ങിച്ചു വയ്ക്കുക. കുറച്ചുകൂടി ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഒരു QR കോഡ് സ്കാൻ ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും. നമ്മൾ ഗൂഗിളിൽ സ്കാനർ ഉപയോഗിച്ച് QR കോഡ് സ്കാൻ ചെയ്യുക, ദെൻ പർപ്പസ് എൻ്റർ ചെയ്യുക, ദെൻ അവിടെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഫില്ലപ്പ് ചെയ്യുക. രാവിലെ തന്നെ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് അന്ന് തന്നെ നമ്മുടെ മാർക്ക് ലിസ്റ്റ് വാങ്ങിച്ച് പോകാം. ലേറ്റായിട്ട് പോകുകയാണെങ്കിൽ അവർ പറയും 1-2 ദിവസം എടുക്കുന്നൊക്കെ. അങ്ങനെ എടുക്കുമ്പോഴാണ് QR കോഡ് സ്കാൻ ചെയ്ത് പോസ്റ്റൽ ചാർജായിട്ടുള്ള 50 രൂപ അടയ്ക്കേണ്ടി വരിക. അല്ലെങ്കിൽ നമ്മൾ എഴുതിയിട്ടുള്ള അപേക്ഷാ ഫോം, പുതിയ മാർക്ക് ലിസ്റ്റിൻ്റെ കോപ്പി, പഴയ മാർക്ക് ലിസ്റ്റിൻ്റെ കോപ്പി കൊടുത്താൽ മതി. അവർ പറയും 2 ദിവസം കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ കൈപ്പറ്റാം. ഇപ്പോൾ വഴി അകലൊക്കെ ആണെങ്കിൽ നേരത്തെ പറഞ്ഞിട്ടുള്ള QR കോഡ് സ്കാൻ ചെയ്ത് പോസ്റ്റൽ ചാർജായിട്ടുള്ള 50 രൂപ അടയ്ക്കുകയാണെങ്കിൽ വീട്ടിലേക്ക് മാർക്ക് ലിസ്റ്റ് അയക്കുന്നതാണ്. ഇതൊക്കെയാണ് നമ്മുടെ സെമസ്റ്റർ പരീക്ഷയിൽ റീവാലുവേഷന് കൊടുത്ത് മാർക്ക് കൂടിക്കഴിഞ്ഞാൽ ചെയ്യേണ്ട പ്രൊസീജിയർ. ഓർക്കുക, നിങ്ങളുടെ 6ാം സെമസ്റ്റർ പരീക്ഷകളുടെ റിസൾട്ട് വന്നിട്ടാണ് ചില സെമസ്റ്റർ പരീക്ഷകളുടെ റീവാലുവേഷൻ, സ്ക്രൂട്ടിനി, പേപ്പർ കോപ്പിയുടെ റിസൾട്ട് വരുന്നതെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. അല്ലാതെ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പല സെമസ്റ്റർ പരീക്ഷ റിസൾട്ട് സമയബന്ധിതമായിട്ട് വരികയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അപ്ഡേറ്റ് ചെയ്ത് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് അയച്ചു തരുന്നതാണ്. സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് മാർക്ക് ലിസ്റ്റാണ്. ഒറിജിനൽ സർട്ടിഫിക്കറ്റിന് നമ്മൾ പിന്നീട് അപ്ലൈ ചെയ്യേണ്ടതാണ്. ഇതുമായി റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.